പ്രിയമുള്ളവരെ, ഈ വഴിയിലിങ്ങനെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വചനഭാഗം ആണ്. നമുക്ക് ഇത്ര വിശാലമായിട്ട് നീളത്തിലിങ്ങനെ വഴി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വഴികളെക്കുറിച്ചുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ തന്നു. വഴി തടസ്സമായിട്ട് നിൽക്കുന്ന അനേകർ ഈ നാളുകളിൽ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു വഴിയില്ല, ഒരു ജോലി സാധ്യതയില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു മുന്നേറ്റത്തിനുള്ള വഴിയൊന്നും കാണുന്നില്ല, ശുശ്രൂഷയ്ക്കുള്ള വാതിലുകളൊന്നും തുറക്കുന്നില്ല, ജീവിതത്തിൽ എല്ലാം അടഞ്ഞതുപോലെ നിൽക്കുന്ന ചിലരുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് വഴി അടഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടെല്ലാമാണ് കർത്താവിന് പറയാനുള്ളത്. കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം കർത്താവ് വഴിയാണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുക. എന്താ ഈ വഴി എന്നുവെച്ചാൽ, ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് നടന്നു പോകുവാൻ, നമുക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ വേണ്ടി തുറക്കപ്പെടുന്ന യാത്രാമാർഗമാണ് വഴി. വഴിയെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ് വഴി. നോക്ക്, ഇതൊരു വഴിയാണ്. ആ വഴി അങ്ങോട്ട് പോകുമ്പോൾ അടഞ്ഞിരിക്കുക, അവിടെ കാടുകളാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയാണ്. അപ്പം ഈ വഴിയെ പോയാൽ നിശ്ചയമായിട്ടും എത്തേണ്ട സ്ഥലത്ത് നാം എത്താനിടയായിത്തീരും. ലോകത്തിൽ അനേക വഴികളുണ്ട്. നമുക്കറിയാം, അഡ്വർടൈസ്മെൻറ്റിൽ കൂടെ, അങ്ങനെ പല മുഖാന്തരങ്ങളിൽ കൂടെ വഴികളെ ഇങ്ങനെ വിവരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ ആ വഴി തിരഞ്ഞെടുക്കും. എന്നാൽ ആ വഴി നമുക്ക് ശുഭമാകത്തില്ല. ആ അധ്വാനം ചിലപ്പോൾ നമുക്ക് ഫലം തരുന്ന അധ്വാനമാകത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ, കർത്താവ് പറയുന്ന വഴി തിരഞ്ഞെടുത്താൽ നിശ്ചയമായിട്ടും നമ്മളെ എത്തേണ്ട സ്ഥലത്തെത്തിക്കും. എന്ന് പറഞ്ഞാൽ, ഒരാൾ യേശുവാകുന്ന വഴി തിരഞ്ഞെടുത്താൽ ആ യേശു വഴിയിൽ വെച്ച് നമ്മളെ കൈവിടുകയില്ല, മരണത്തിൽ പോലും കൈവിടുകയില്ല. മരിച്ചാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും നിത്യജീവൻ്റെ അവകാശികളായി തീരുകയും ചെയ്യുമെന്ന തിരുവചനം പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കത്തില്ല എന്ന് ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല, ഒരു ഗുരുക്കന്മാരും പറഞ്ഞിട്ടില്ല. യേശു മാത്രമാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. എന്ന് വെച്ചാൽ നിത്യജീവനിലേക്ക് പോകാനുള്ള വഴിയാണ് യേശുവിലുള്ള വിശ്വാസത്തിൽ കൂടെ നമുക്ക് തുറക്കപ്പെടുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് പോകാൻ വഴി അടയപ്പെട്ടതുപോലെ നിൽക്കുക. മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോൻ്റെ സൈന്യം. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ജനമെല്ലാം നിലവിളിച്ചു. മോശയും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ദൈവമേ, എന്താ ഇങ്ങനെ ഒരു ഗതികേടിൽ, ഇങ്ങനൊരു പ്രയാസത്തിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ദൈവം പറഞ്ഞു, നീ മുന്നോട്ട് പോകുക. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുന്നോട്ടൊരാൾ പോയാൽ ദൈവം കാര്യം കൈകാര്യം ചെയ്യും. എന്ന് പറഞ്ഞാൽ, മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിനെ ഭാഗിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചില ചെങ്കടൽ കാണും, പുറകിൽ ഫറവോൻ്റെ സൈന്യം കാണും. എന്നാൽ ദൈവത്തിൻ്റെ വഴിയാണ് നീ തിരഞ്ഞെടുത്തതെങ്കിൽ, നിൻ്റെ മുമ്പിൽ നിനക്ക് തടസ്സം എത്ര വലുതാണെങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുവാൻ ദൈവം വഴി തുറക്കും. പ്രൈസ് ലോർഡ്. നിങ്ങൾക്കറിയാമോ, ഭൂമിയിലെ സംഭവിച്ച മഹാത്ഭുതങ്ങളൊന്നാണ് ഒരു ചെങ്കടലിനെ, ഒരു കടലിനെ വിഭാഗിച്ച് ഒരു നാഷണൽ ഹൈവേ ആക്കിയത്. ഈ ലോകത്തിൽ ഇപ്പം ഒരു നാഷണൽ ഹൈവേ കടൽ കൂടെ ഉണ്ടാക്കണമെങ്കിൽ കോടാനുകൂടി രൂപ മുടക്കേണ്ടി വരും. അത്ര വലിയ പ്രോജക്റ്റാണ്. എന്നാൽ ഒരു വിക്കനായ ഒരു മനുഷ്യൻ തൻ്റെ കയ്യിലിരുന്ന ഒരു വടിയെടുത്ത് ഒരടി അടിച്ചപ്പോൾ, ദൈവം പറഞ്ഞ വാക്ക് കേട്ട്, ദൈവം പറഞ്ഞ വഴി മനസ്സിലാക്കിയിട്ട് ഒരു വടിയെടുത്ത് ചെങ്കടൽമേൽ അടിച്ചപ്പോൾ
അവിടെ ഇതാ വഴി തുറക്കുകയാണ്. ഇതാ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. അത് തടസ്സമായിരിക്കാം, എന്നാൽ നിൻ്റെ കയ്യിലൊരു വിശ്വാസം തന്നിട്ടുണ്ട്. അതാ തിരുവചനം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ അവനിൽ ദൈവത്തിന് പ്രസാദമില്ല. അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ വഴികളെ ചാടിക്കടക്കുവാൻ, അതാ ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനൊരു പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഏത് മതിലും ചാടി കടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വഴി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. നമുക്കറിയാം, മുന്നോട്ട് വരുമ്പോൾ എല്ലായിടത്തും അങ്ങനെ ദൈവം ചെയ്തത്. യോശുവയ്ക്ക് വേണ്ടി യോർദാനെ പിളർത്തി, യോർദാൻ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. വഴി എന്താണെന്നും അറിയത്തില്ല. എന്നാൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ആ യോർദാൻ്റെ ആ ഒഴുക്കിൻ്റെ മുകളിലോട്ടൊക്കെ ചവിട്ടിയപ്പോൾ അവിടെ ആ ഒഴുക്ക് നിന്നുപോയി. എന്തോ മഹാത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഈ മഹാത്ഭുതം കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? നിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, മോശയുടെ മേൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്, യോശുവയുടെ മേലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് അതേ ആത്മാവ് തന്നെയാണ്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം കാണേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എഫേസോസ് സഭയോട് പറയുകയാണ്, ആ മഹാത്ഭുതം, ആ മഹാശക്തി ഒന്ന് കാണാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഈ ജനത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നിൻ്റെ മുമ്പിൽ നിൽക്കുക, ഒരു വഴി നിൻ്റെ മുമ്പിൽ നിൽക്കുക. ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, വിഷമിക്കേണ്ട, തല താഴ്ത്തി പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് മേശ ഒരുക്കുന്ന ഒരു ദൈവമാണ്, ഒരു അത്ഭുത മന്ത്രിയാണ്, ഒരു വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. യേശു തന്നെ ആ വഴി തിരഞ്ഞെടുത്താലുണ്ടല്ലോ ശാശ്വതമാണ്. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യരുടെ വഴിയോ അത് മരണത്തിലേക്കുള്ള പോക്കാണ്, എന്നാൽ ദൈവത്തിൻ്റെ വഴിയോ അത് ജീവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി ഒരാൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ജീവങ്കിലേക്കുള്ള പ്രവേശനമാണ്. അപ്പോൾ യേശുവിനെ നീ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത് അബദ്ധം കൊണ്ടല്ല, വെറുതെയല്ല. ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നു വച്ചിരിക്കുക. ആയതിനാൽ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. വഴിയൊന്നുമില്ല എങ്കിലും ആ വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. പുതിയ നിയമത്തിൽ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞെല്ലാം തീർന്നു പോയപ്പോൾ വഴി ഇനി ഏത് വഴി കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ അപമാനം വാതിൽക്ക് നിൽക്കുകയാണല്ലോ, എങ്ങനെ രക്ഷപ്പെടും എന്ന് ഭാരപ്പെട്ട സമയത്ത് യേശുവിൻ്റെ അമ്മ അവിടെ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അവനെന്തെങ്കിലും പറഞ്ഞാൽ, അതുപോലെ ആരെങ്കിലും ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ഒരു അത്ഭുതമുണ്ടാകും. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു ദൂത്, നിങ്ങൾക്ക് മുമ്പിൽ എല്ലാ വഴിയും അടഞ്ഞിരിക്കുകയായിരിക്കാം, ശൂന്യാവസ്ഥയായിരിക്കാം, ഞെരുക്കമായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, എല്ലാം ഭാരങ്ങളായിരിക്കാം. എന്നാൽ യേശുവാകുന്ന വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ വഴിയിൽ ഒരത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് യെശയ്യാവ് വിളിച്ച് പറഞ്ഞത്, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, അത്ഭുത മന്ത്രി. ആ അത്ഭുത മന്ത്രി, ലോകത്തിലെ മന്ത്രിമാർ പലരും വാക്കുപാലിക്കാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ അത്ഭുത മന്ത്രി അവൻ വാക്കുപാലിക്കുന്നവനാണ്. ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഫലിക്കും. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനയിൽ അവനോട് ചോദിച്ചാൽ ആ കാര്യം നടത്തിത്തരുന്ന ഒരു കർത്താവുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്
തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴി ജീവൻ്റെ വഴിയാണ്, നന്മയുടെ വഴിയാണ്. അതുകൊണ്ട് സന്തോഷിക്കുവിൻ, ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യുവിൻ. ആ വഴി ശ്രേഷ്ഠമായ വഴിയാണ്. ആ വഴിയിൽ നടക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കും, നിത്യതയെ അവകാശമാക്കും. ആമേൻ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ, നിങ്ങൾ മറ്റൊരാൾക്കും ഈ തിരുവചനം, കർത്താവിൻ്റെ ശബ്ദം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴും നിങ്ങൾ കർത്താവിൻ്റെ വായായിത്തീരും. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ഉളവായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലോർഡ്. അസാധാരണമായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ അവരുടെ എല്ലാ മണ്ഡലങ്ങളിലും, ഭൗതികവും ആത്മീയവും ശാരീരികമായ മണ്ഡലങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. ഈ കിടക്കുന്ന പച്ചയായ പുൽപ്പുറം പോലെ, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ദാവീദ് പാടിയതുപോലെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഓ, അതിശ്രേഷ്ഠമാകുന്ന ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ആ പച്ചപ്പിൽ മേടുകളിൽ യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ആടുകളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം കേട്ട എല്ലാവരുടെ മേലും വചനത്താൽ ഇറങ്ങി വരട്ടെ, ഉളവായി വരട്ടെ. ശൂന്യാവസ്ഥയിൽ സകലവും സൃഷ്ടിക്കപ്പെടട്ടെ. അതേ, ഹല്ലേലൂയ. ഇല്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി വിശ്വസിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.